എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ഹാപ്പിയാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട സിനിമയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. എല്ലാവരും നല്ലത് മാത്രമാണ് സിനിമയെ പറ്റി പറയുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. ഇവിടെ വന്ന എല്ലാ മീഡിയ ഫ്രണ്ട്സിനും ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. സിനിമയുടെ ഒരു പോയിന്റിൽ പോലും നമുക്ക് അതിനൊരു ഭയം തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മളൊരു സ്പോർട്സ് കോമഡി സിനിമയാണെങ്കിൽ പോലും, ഒരു സ്പോർട്സ് ജോണർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഒരു ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്പോർട്സ് സിനിമകളിൽ നിന്നെല്ലാം കുറച്ചെങ്കിലും മാറി നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അത്തരമുള്ള ഒരു ട്രൈയും കൂടെ നമ്മൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ത്രൂ ഔട്ട് ദ ഫിലിമിന്റെ പ്രോസസ്സിൽ നമ്മൾ വളരെ കോൺഫിഡന്റ് തന്നെയാണ്. ഇവരെ മെരുക്കി എടുക്കാൻ കുറച്ച് സമയം എടുത്തു എന്നാ പറയണം. പല വേറെ ഇന്റർവ്യൂകളെ കണ്ടപ്പോഴാണ് റൈറ്റപ്പ് ഇവരെ ഒന്ന് മെരുക്കി എടുക്കാൻ കുറെ കഷ്ടപ്പെട്ടു എന്നാണ്. കഷ്ടപ്പാട് മെരുക്കിയെടുക്കുക എന്നുള്ളതല്ല, അവരെ ഈ പറയുന്ന തരത്തില് ഒരു സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് തന്നെ അത് ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ഫിസിക്കിലേക്കും അവരുടെ ബോഡി ലാംഗ്വേജിലേക്കും അവരെ എത്തിക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വേറൊരു മീഡിയത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും. ആ സമയം മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഒരുവിധം പോപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തി. ഏകദേശം ഒരു 6 മാസം നമുക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഇപ്പം സിനിമയാണെങ്കിൽ തന്നെയും അത് ഒരു ഐഡിയയിൽ വിശ്വസിച്ച് ഇറങ്ങുന്ന ഒരു കൂട്ടമാണല്ലോ. ഈ വർക്ക് എന്ന് പറയാൻ നേരത്ത് ബേസിക്കലി 6 മന്ത് സ്റ്റാർസ് തന്നെ ഇതിന്റെ അകത്ത് ടൈം സ്പെൻഡ് ചെയ്യുക ഇപ്പൊ എന്ന് പറയുന്നത്. ഇപ്പൊ കലിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് എന്ന അർത്ഥത്തിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ തന്നെയും ഇപ്പൊ നെസ്ലിനെ പോലെ ഇപ്പം പീക്കി നിൽക്കുന്ന ഒരാള് അയാൾ 6 മാസം ഇൻവെസ്റ്റ് ചെയ്യുവാണല്ലോ. അപ്പം ബേസിക്കലി അത് എങ്ങനെയായിരുന്നു നോക്കി കണ്ട ഡയറക്ടർ? അത് ഭയങ്കര ഒരു ഉത്തരവാദിത്വം കൂടെയാണ്. ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഒരു ആർട്ടിസ്റ്റ് നമ്മളെ അങ്ങനെ വിശ്വസിക്കുമ്പോൾ 6 മാസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് റെഡി ആകുമ്പോൾ ഒരു ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഒരു കൂട്ടം ആളുകളുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ അത്രയും പേര് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ റെസ്പോൺസിബിലിറ്റി കൂടും. അവര് അത്രയും ഒരു എനിക്ക് തോന്നുന്നു സിനിമ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമ പ്രോപ്പറായിട്ട് എനിക്ക് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയും വിശ്വാസം സിനിമയോടും ബാക്കി കഥയോടും വന്നത്. അവരതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നെസ്ലിനേക്ക് ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? കാരണം നെസ്ലി ഇതേപോലത്തെ ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നെസ്ലി എങ്ങനെയാണ് കോൺഫിഡൻസ് ഉണ്ടായത്? നെസ്ലി ഇത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണെന്നുള്ള തോന്നിയത്? നെസ്ലിൻ ഇതുവരെ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ എന്റെ ഫസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു നെസ്ലിൻ. നമ്മൾ വേറെ ഒരു ആർട്ടിസ്റ്റുകളിലേക്കും ജോജോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടി പിച്ച് ചെയ്തിട്ടില്ല. എന്തോ അദ്ദേഹം അത് ആദ്യമായിട്ട് കേട്ടു, ഓക്കെ പറഞ്ഞു, പിന്നെ എല്ലാം കൂളായിട്ട് പോയി. അല്ല, ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞല്ലോ, ഞാൻ മാത്രമല്ല ഈ ജേണിയിൽ ഇവരെല്ലാവരും തന്നെ ആ കട്ടയ്ക്ക് കൂടുന്നതുകൊണ്ടാണ് ആ സ്ക്രീനിൽ അതിന്റെ ആ രസം കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയും അടിപൊളി ക്രൂവിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ഈ ജെൻസി കോഴി ടൈപ്പ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? സാധാരണ കോഴി ക്ലാസ്സിന് കൊണ്ടുപോകണം അല്ല, ആ ടൈപ്പ് ആണ് ജെൻസ്. ഇപ്പത്തെ ഒരു ജെൻസ് വൈബിലുള്ള ഒരു കോഴിത്തരാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ അതിലൊക്കെ എങ്ങനെയാണ്, ആരെയാണ് ഇൻസ്പിറേഷൻ ഈ കോഴി? തീർച്ചയായിട്ടും പിന്നെ നമ്മളുടെ ഡയലോഗ് റൈറ്റർ, പിന്നെ ഈ കൂട്ടത്തിൽ ആരാ അതിന് ബോക്സിംഗ് പടങ്ങൾക്ക് ആർക്കുണ്ടല്ലോ, ഒരു ഇൻസ്പിറേഷൻ ആർക്കുണ്ടല്ലോ. അവസാനം എല്ലാത്തിനും നമുക്കൊരു ആവേശം കിട്ടുന്ന ഒരു ക്ലൈമാക്സ് അങ്ങനെ ഉണ്ടാവും. അത് അങ്ങനെ ഒരു ആർത്തി അല്ലാതെ മാറ്റി പിടിക്കാം. അതായത് ഒരു ടീനേജ് പിള്ളേർ സ്പോർട്സ് ചൂസ് ചെയ്യുന്നു ഒരു കാര്യത്തിൽ, ആ ഒരു ഐഡിയ അതിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊരു ബോക്സിംഗ് സിനിമ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തതല്ല. എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ അത് എന്റെയും എന്റെ സുഹൃത്തുക്കളെയും ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ്. ആ ഐഡിയ ഇൻസ്പയർ ആയപ്പോഴാണ് എന്നാ പിന്നെ അത് ബോക്സിംഗ് സിനിമയാക്കാം, അത് ബോക്സിംഗ് തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ബോക്സിംഗ് സിനിമയായിട്ട് തന്നെ പ്ലാൻ ചെയ്തത്. ഒരിക്കലും നമ്മളതൊരു ഈ നേരത്തെ സംസാരിച്ചിട്ടുള്ള പറഞ്ഞ പോലെ ഒരു ഇതിന് മുമ്പുണ്ടായിട്ടുള്ള സിനിമകളുടെ ഒരു ഫോർമാറ്റിലും അത് എഴുതാനോ അല്ലെങ്കിൽ അതിനെ കൺസീവ് ചെയ്യാനോ ആലോചിച്ചിട്ടില്ല. എന്തായിരുന്നു അന്ന് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന
ആ ഒരു എക്സ്പീരിയൻസ് അതിന്റെ മാക്സിമം ഹോണസ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം അത്തരം സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞ പോലെ അതുണ്ടാവാൻ. ഇതില് നോർമലി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പടം എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡാണ്, ആളുകൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. സൽമാനൊക്കെ അധികം ഉണ്ടാക്കിയ ഒരു ടൈം കൊടുക്കും. പക്ഷെ ഇതിന്റെ ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോൾ ആളുകൾ അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. അത് പ്രശ്നം എപ്പോഴും ഇതിനൊരു വെയിറ്റ് ഉള്ളതുകൊണ്ട് പ്രഷറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആ സമയത്തെല്ലാം നമ്മൾ സിനിമയുടെ പ്രോസസ്സിലായിരുന്നല്ലോ. അപ്പൊ ആ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഫുൾ കോൺഫിഡന്റ് ആയിരുന്നു, നമ്മൾ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ പ്രഷറുകളൊന്നും അങ്ങനെ എഫക്റ്റ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. ഈ ആലപ്പുഴ ജിങ്ങാനൊക്കെ ഒരു എൻട്രി കൊടുക്കുന്നുണ്ടല്ലോ എല്ലാ കാൻഡിഡേറ്റും വരുമ്പോൾ, അത് ആദ്യം തന്നെ അതിനൊരു ഐഡിയ ഉണ്ടായിരുന്നു ഈ സോങ് സെറ്റ് ചെയ്യാൻ, ആ ലെവലിൽ വൈബ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും മത്സരാർത്ഥികള് ബോക്സിംഗിലേക്ക് പങ്കെടുക്കാൻ വരുമ്പോൾ അത് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഈ സ്ക്രീൻ പ്ലേ ബേസിലാണ് നമ്മളത് മൊത്തത്തിൽ ചെയ്തത്. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് സ്പേസ് ഉണ്ടല്ലോ. ഇപ്പം റിക്കിന്റെ ഉള്ളിൽ നടക്കുന്ന പോർഷൻ ആണെങ്കിലും ഷോർട്സ് ഒക്കെ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് അത് ഒരു പ്രീ റിഹേഴ്സൽ ഒക്കെ ചെയ്ത് 1-2 തവണ ചെയ്ത് നോക്കിയിട്ട് ഷോർട്സ് ഫിക്സ് ചെയ്യുന്ന തരത്തിലേക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഓരോ ഷോർട്സും ചെയ്യുന്നുണ്ടോ? അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ? റിങ്ങിന്റെ അകത്തുള്ള ഷൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി ആക്ഷൻ കൊറിയോഗ്രാഫർ മിസ്റ്റർ ജോബിൽ അദ്ദേഹമുണ്ട്. സർ ഡിസൈൻ എല്ലാം ചെയ്തിട്ട് ഇവരെല്ലാവരും ട്രെയിൻ ചെയ്തിട്ടുള്ള ജോബിൽ തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ ജിംഷി ഇവർക്ക് കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് പോകുന്നത്. പിന്നെ അത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള കൊറിയോഗ്രാഫി കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മളുടെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇവർക്ക് ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കളും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും തന്നെ നമ്മളോട് വളരെയധികം കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഇവരെക്കാൾ കൂടുതലായിട്ട് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യും, കുറച്ചെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് ബോക്സിങ്ങിനെ ഫോളോ ചെയ്യുന്നവരാണ്. അവരോടൊക്കെ ഒരുപാട് താങ്ക്ഫുൾ ആണ് ഈ സിറ്റുവേഷൻ. കാരണം അവരൊന്നും ഇല്ലാതെ നമുക്കിത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ സെലക്ഷൻ ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ അപ്പുറത്തേക്ക് അവരുടെ സിനിമ വിജയിക്കുള്ളൂ. അതെങ്ങനെയായിരുന്നു അവരെ ഒരു സെലക്ഷനിലേക്ക് എങ്ങനെയാണ് പോയത്? അവരെ സെലക്ട് ചെയ്യാൻ പറ്റിയത് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ബോക്സിംഗ് സഹജമായിട്ടുള്ള എല്ലാ നമ്മളുടെ റിസോഴ്സുകളും ഡെവലപ്പ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും നമുക്ക് എല്ലാം കളക്റ്റീവ് ആയിട്ട് ചെയ്തത് എല്ലാം ജോബിലാണ്. ജോബിന്റെ സുഹൃത്തുക്കളുടെയും ഗ്രൂപ്പിലാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കേരളത്തിന്റെ ഡിഫറെന്റ് ഏരിയകളിൽ നിന്നുള്ള ഫൈറ്റേഴ്സ് ആണ് അവരെല്ലാവരും. അതില് യദു, സനു, വൈഷ്ണവ്, അക്ബർ അവരെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതിൽ കൂടാതെ അനഘയുടെ ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റീന എന്ന് പറയുന്ന പെൺകുട്ടി അവരിപ്പോ മെരികോം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാൻ. സോ ഇത്രയും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി ബോക്സിംഗ് അറിയാവുന്ന ആളുകളുടെ ഇൻവോൾവ്. അല്ല, അത് തന്നെയാണ് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പ്രൊജക്ട് പിക്ക് ചെയ്യാൻ കാരണം. അതാണ് ഇവിടെ ചെയ്തത്. കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, മൊത്തത്തിലുള്ള മൂഡ് വേറെയാണ് പടത്തിന്റെ. അപ്പോൾ അതിനാണ് എന്നെ എക്സൈറ്റ് ചെയ്തത്. അല്ല, അത് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ വീഡിയോകളും കിട്ടിയ എണ്ണം എല്ലാം ഓർമ്മയുണ്ട്. അത് സ്ക്രീനില് കണ്ട എല്ലാവരും എനിക്ക് കിട്ടുമ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം. എടുത്ത എഫേർട്ടുകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എന്നുള്ളത്. ലക്മാന്റെ ട്രാൻസ്ലേഷൻ ഒരു ഭയങ്കര സംസാര വിഷയമായിരുന്നു. നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള പരിപാടിയാണോ? അതൊക്കെ പോയി. അല്ല, അത് എന്താന്ന് വെച്ചാൽ ഒരു 6 മാസത്തോളം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഷിഫാസ് എന്ന് പറഞ്ഞ ട്രെയിനറായി നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പൊ അതിന്റെ അവരൊക്കെ അങ്ങനെ അത്രയും പ്രഷർ വന്നുകൊണ്ട് വലുതായില്ല. നിങ്ങളുടെ ഈ 6 മാസത്തെ വർക്കിന് ചില പലരും VFX തട്ടി. ഇന്നലെ 2 ദിവസം മുന്നേ ഒരു ചോദ്യം തന്നെ ഒരു ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഈ 6 മാസം 6 പാക്ക് വരാനിട്ട് 6 മാസം വർക്ക്ഔട്ട് ചെയ്ത്, പക്ഷെ അത് പലരും 6 പാക്ക് അല്ല VFX എന്ന് പറയും നേരിട്ട് പറയുമ്പോ. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇപ്പൊ തല്ലുമാല ഇറങ്ങിയ സമയത്ത് ടോബീനെ അടിക്കുന്ന ആ ഒരു സീൻ ഷോട്ട് എടുക്കുന്നതിന് മുന്നേ കാലത്തൊക്കെ വന്നിട്ട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, ഒന്നും നോക്കണ്ട, നീ ശരിക്കും ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തു. അപ്പൊ അതേപോലെ ഇന്റർവ്യൂല് ഒന്നും നോക്കണ്ട, ശരിക്കും ഒരെണ്ണം കൊടുത്തു എന്ന് ചെവിയിൽ വന്ന് പറഞ്ഞു.
ഇതില് അതേപോലെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ശരിക്കും കൊടുക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു? ഇല്ല ഇതിലങ്ങനെ ശരി ഒരു തവണ ഉണ്ടായിട്ട് തോന്നുന്നില്ല. അല്ല അങ്ങനെ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോ ആ ഷോട്ടിന് അത്രയും അങ്ങനെ ആ ടച്ച് തോന്നണം, അങ്ങനെ ഷോർട്ട് ആയിരിക്കും. അപ്പൊ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ. അല്ലാതെ നമ്മള് ഇപ്പൊ ഒരു ഫൈറ്റ് സീക്വൻസിൽ എല്ലാം കൊടുത്തോണ്ട് ഇത് സിനിമയാണല്ലോ, എല്ലാം ടച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കഴിഞ്ഞിട്ട് ജീവിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ ഒന്നോ രണ്ടോ ഷോട്ടുകളിൽ ചിലപ്പോൾ സംഭവിക്കും. ഇതിലും അങ്ങനെ ഒരു ഷോട്ടില് ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനൊരു നല്ല കാര്യം ഉണ്ടാവും, ചീത്തവശങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയക്ക് ഞാൻ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് സിനിമകൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ പേഴ്സണലി അതിനോട് സെൻസർഷിപ്പിനോട് നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്ന് ചോദിച്ചാൽ ആസ് എ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എനിക്ക് അതിനോട് ബുദ്ധിമുട്ടുണ്ട്, എതിർപ്പുണ്ട്. പക്ഷെ ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും സെൻസർഷിപ്പ് വേണം തന്നെയാണ് ഞാൻ പറയുക. കാരണം നല്ല രീതിയിൽ, അത് മോശമാവാനോ ഒരാളുടെ ജോലി ഉപദ്രവിക്കാനുള്ള രീതിയിലല്ല. കാരണം സിനിമ എന്ന് പറയുന്ന ബിഗ് മീഡിയ ആണ്, ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നെഗറ്റീവായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഒരുപാട് പ്രൊപ്പഗൻഡ സിനിമകൾ കാണുന്നുള്ള ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ സെൻസർഷിപ്പിന് അതിൻ്റെതായ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളുമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അതിനോട് സെൻസർഷിപ്പിനോട് ഭയങ്കര എതിർപ്പാണ്. ഞാൻ ചെയ്യുന്ന സിനിമയോട് കത്തി വയ്ക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ആ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഗവൺമെന്റിന്റെ നിയമപരിധിക്കുള്ളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ എതിർ ദിശയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഖാലിദ് റഹ്മാന്റെ അടുത്ത പടം രാജുവേട്ടനായിട്ടാണ് ഡിസ്കഷൻ നടക്കുന്നതെന്ന് കേൾക്കുന്നത്, എത്രത്തോളം സത്യമുണ്ട്? ഒരുപാട് ഡിസ്കഷൻസ് നടന്നതേ ഉള്ളൂ, അതൊന്നും ഇതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ല. ഞാനും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുകയാണ് എന്തായിരിക്കും അടുത്ത സിനിമ എന്നുള്ളത്. ഇനിയെങ്കിലും ഒരു വേറൊരു സിനിമ ചെയ്യണം, നല്ലൊരു സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം. താങ്ക് യു സോ മച്ച്. അങ്ങനെയല്ല, ഇതിനേക്കാൾ നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതാണ് അടുത്തൊരാഗ്രഹം. രാജുവേട്ടൻ